കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യഹൂദന്മാരോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രഹാത്തേക്കാൾ വലിയവനാണോ നീ? പ്രവാചകന്മാരും മരിച്ചുപോയി, ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത്? യേശു പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ നിങ്ങൾ അവിടുത്തെ അറിഞ്ഞിട്ടില്ല, ഞാനോ അവിടുത്തെ അറിയുന്നു. ഞാൻ അവിടുത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ നുണയനാകും. എന്നാൽ ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. എൻ്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹാം ആനന്ദിച്ചു. അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നിനക്ക് ഇനിയും 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രാഹത്തെ കണ്ടുവെന്നു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്കു സ്തുതി. മിശിഹായിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തിലൂടെ കർത്താവ് വളരെ ആഴമേറിയ ഒരു സത്യം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ യേശു എടുത്തു പറയുന്ന ഒരു കാര്യം, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ളതാണ്. ആരെങ്കിലും എൻ്റെ വചനം പാലിക്കുകയാണെങ്കിൽ അവൻ എന്നും ജീവിക്കും, അവന് നിത്യജീവൻ ഉണ്ടാകും എന്ന് യേശു അരുൾ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ഫരിസേയർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. എന്നിട്ട് യഹൂദർ എല്ലാവരും തന്നെ ആ ഒരു നിമിഷം വളരെ ക്രോധത്തോടു കൂടിയാണ് അവനോട് പെരുമാറുക. കാരണം എൻ്റെ വചനം പാലിച്ചാൽ അവൻ മരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് വെറും ശാരീരികമായ ഒരു മരണമാണ്. എന്നാൽ യേശു നമ്മളെപ്പോലെ ശാരീരികമായ ഒരു മരണത്തെക്കുറിച്ചല്ല അവിടെ അറിയിക്കുന്നത്, മറിച്ച് ഒരു ആത്മീയമായ മരണമാണ്. അതായത് ദൈവത്തിൽ നിന്നും നാം അകന്നു പോകുന്ന ആ നിമിഷം മുതൽ നമ്മൾ ആത്മീയമായ ഒരു മരണത്തിലേക്ക് നടന്നടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മരണത്തെക്കുറിച്ചാണ് യേശു അവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. പലപ്പോഴും നമ്മുടെ ചിന്തകളും ഈ ശാരീരികമായ അഭിലാഷങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നത് പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചായിരിക്കാം, നമുക്കുള്ള സമ്പത്തുക്കളെക്കുറിച്ച് ചിന്തിച്ചായിരിക്കാം, നമ്മുടെ ജോലിയെക്കുറിച്ചായിരിക്കാം, നമ്മുടെ പഠനത്തെക്കുറിച്ചായിരിക്കാം. അങ്ങനെ പല മേഖലകളിലും നമ്മൾ വെറും ശാരീരികമായ അഭിലാഷങ്ങളിലേക്ക് മാത്രം നമ്മൾ നോക്കുന്നു. എന്നാൽ നമ്മൾ എത്രമാത്രം ആത്മീയമായി വളരുന്നുണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. പല ദിവസങ്ങളിലും നമ്മൾ ദിവ്യബലികളിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിലും കർത്താവ് പറയുന്നത് പോലെ അവിടുത്തെ വചനം പാലിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. യേശു പലപ്പോഴും തൻ്റെ പഠനങ്ങളിലൂടെ, തൻ്റെ പ്രഘോഷങ്ങളിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പക്ഷേ പലപ്പോഴും പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. എങ്ങനെയാണ് ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുക? എങ്ങനെയാണ് മറ്റുള്ളവരെ ഒന്ന് ബഹുമാനിക്കുവാൻ എനിക്ക് സാധിക്കുക? ആ ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു പലപ്പോഴും നമ്മോട് പറയുന്നുണ്ട്, മറ്റുള്ളവരോട് ക്ഷമിക്കുക. പക്ഷേ ക്ഷമിക്കുവാൻ ഒട്ടും കഴിയാതെ പല കാര്യങ്ങളും ഉള്ളിൻ്റെ ഉള്ളിൽ ശേഖരിച്ചുകൊണ്ട് പരസ്പരം ഒന്നും മിണ്ടാതെ കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം,
കർത്താവ് പറഞ്ഞതുപോലെ അവിടുത്തെ വചനം പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഇവിടെയാണ്: ഞാൻ അവിടുത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. പിതാവായ ദൈവത്തെ അറിയുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും അവൻ്റെ വചനങ്ങൾ പാലിക്കുവാൻ സാധിക്കും. യേശുവിന് അതുകൊണ്ടാണ് ഒത്തിരിയേറെ കോൺഫിഡൻസോടുകൂടെ തൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു. കാരണം അവൻ പിതാവായ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദിവ്യബലികളിൽ സംബന്ധിക്കുമ്പോഴും വചനങ്ങൾ വായിക്കുമ്പോഴും വചനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുമ്പോഴും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം: ഈ വചനമെല്ലാം അറിയുവാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. ഒരു വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാനുള്ള അവസരം ഞാൻ കൊടുക്കാറുണ്ട്. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ശേഖരിച്ചു വയ്ക്കുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഒരു വില പിടിച്ച ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് കാത്തു സൂക്ഷിക്കുക? ഒരു ധനം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ 1/10 പോലും നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കൊടുക്കാറുണ്ടോ? അതായത് കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് എന്നിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. അവിടെയാണ് നമ്മളെ തന്നെ വിലയിരുത്തുന്നത്. ആ ഒരു നിമിഷം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും: ഞാൻ എത്രമാത്രം ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ്, ഞാൻ എത്രമാത്രം ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുവാൻ ആ ഒരു പരിശോധനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ തപസ് കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും ഒരു തിരിച്ചുവരവാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുക. ആ ഒരു തിരിച്ചുവരവ് എപ്രകാരമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആണ് സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ദൈവത്തിൻ്റെ വചനം വായിച്ച് മനസ്സിലാക്കി അതിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ അറിയുവാനാണ് പരിശ്രമിക്കുക. ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തി ഒരിക്കലും തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്നില്ല. ദൈവത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും തെറ്റുകളിലേക്ക് വീണു പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തപസ് ഗാനം ദൈവവചനം വായിക്കുവാനുള്ള ഒരു നിമിഷമാക്കി മാറ്റുക. ദൈവവചനം ഓരോ ദിവസവും വായിച്ച് അതിനെക്കുറിച്ച് അല്പസമയമെങ്കിലും ഇരുന്ന് ധ്യാനിക്കുവാനും, അതുപോലെ ദൈവബലികളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും അത് എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കുവാൻ ഉള്ള ഒരു പരിശ്രമം എന്ന രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുവാനും ഈ ഒരു തപസ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം. അതുവഴി ദൈവത്തെ അറിഞ്ഞവനും അതുപോലെ അവിടുത്തെ വചനം പാലിക്കുന്നവരുമായിട്ട് നമുക്ക് മാറാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദൈവബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.